നമ്മുടെ ക്യാപിറ്റൽ നല്ലതായ രീതിയിൽ ഹയർ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഉള്ളപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഫോക്കസ് ചെയ്യാറ്. എപ്പോഴും ഞാൻ ഓർത്ത് വെക്കുന്നത് ടാറ്റ എലക്സയാണ്. അതിൻ്റെ ഹൈ ക്രിയേറ്റ് ചെയ്തത് എനിക്ക് തോന്നുന്നു ഏകദേശം 11,000 ആ റേഞ്ചിലേക്കൊക്കെ സ്റ്റോക്ക് പോയി. 5x റിട്ടേൺ അതിൻ്റെ മുകളിൽ ആ കമ്പനിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതെ. സോ ആ ഒരു സപ്പോർട്ട് അതുമാത്രമല്ല, ഇവിടുന്ന് എൻറോൾ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്നൊരു എന്താ പറയുക, ഒരു ആഫ്റ്റർ ബാച്ച് സപ്പോർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് മെൻറ്ററുമായിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇൻട്രാക്ട് ചെയ്ത് ഡൗട്ട് ക്ലിയർ സെക്ഷൻ ചെയ്യാം. ഇതൊക്കെ ഒരു പോസിറ്റീവായിട്ട് തോന്നി. ഇപ്പോൾ എല്ലാവരും കൊച്ചിൻ ഷിപ്പ്യാർഡും മസഗോണ്ടോഗും വാങ്ങുന്നു അല്ലേ? കൊച്ചിൻ ഷിപ്പ്യാർഡിന് എല്ലാ പാർട്സും കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന മറ്റു പല ലിസ്റ്റഡ് അൺലിസ്റ്റഡ് കമ്പനീസ് ഉണ്ട്. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് കമ്പനികളും വാങ്ങും. കാരണം ഇവർ വളരുന്നതനുസരിച്ച് ഈ കമ്പനികളും വളരും. ഹലോ, നമസ്കാരം. പതിവായി ഞാൻ സ്റ്റോക്ക് അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരാറ്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. എൻ്റെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്. നമ്മുടെ SMKയിൽ സ്റ്റോക്ക് മാർക്കറ്റ് കേരളയിൽ മുമ്പ് ഡിസംബർ ബാച്ചിൽ ഓഫ്ലൈനിൽ പഠിച്ചു പോയൊരു സ്റ്റുഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെ ട്രേഡിംഗ് ജേണി, ഇൻവെസ്റ്റ്മെൻറ്റ്, ബിസിനസ് അതുപോലുള്ള വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. വെൽക്കം ഷിജിത്ത്. താങ്ക് യു. ഷിജിത്തിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എനിക്ക് കിട്ടിയ വലിയൊരു അംഗീകാരമാണ്. ഇവിടെ വരാൻ സാധിച്ചതിലൊക്കെ സന്തോഷം. ഇവിടെ വന്നതിന് ശേഷവും എനിക്കൊരു അപ്സ്കില്ലാണ് ഉണ്ടായിരിക്കുന്നത്. അതിന് മെൻറ്റർ അർജുനോടും SMKയോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിലേക്ക് വരും, ഈ ഒരു വലിയ ചോദ്യമാണിത്. സോ ഉത്തരവും വലുതായിരിക്കണം. പക്ഷേ മാക്സിമം ഞാൻ ചെറിയ രീതിയിൽ സംസാരിക്കാം. ഈ ഒരു സെലക്ഷൻ എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു ഫീൽഡാണിത്. സ്വയം നമ്മുടെ തന്നെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ കമ്പനീനെ കാണുക, അവരുടെ ഡേറ്റാസ്, അതുപോലെ തന്നെ ഒരു ഡെഡിക്കേഷനായിട്ട് നിൽക്കണം. ചിലപ്പോൾ ഒരു പാഷനേറ്റ് ആയിട്ടുള്ളൊരു ഫീൽഡ് തിരഞ്ഞെടുക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലേക്കും ഈ സ്റ്റോക്ക് പിക്ക് ചെയ്യുന്നതിലൊക്കെ നമ്മൾ സമയം കണ്ടെത്തേണ്ടത്. സോ എൻ്റെ ഒരു മെത്തേഡെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ മാർക്കറ്റ് അത്യാവശ്യം വാച്ച് ചെയ്യാറുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 2-3 ഹവേഴ്സെങ്കിലും നമ്മൾ ഡെയിലി ഒരു സ്പെൻഡ് ചെയ്യുക. ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ എക്സ്പീരിയൻസ്. സോ ഈ എക്സ്പീരിയൻസ് നമുക്ക് എവിടെ നിന്നും ഒരാളുടെ അടുത്തു നിന്നും കടം വാങ്ങാൻ പറ്റില്ല. നമ്മൾ തന്നെ നമ്മുടേതായിട്ടുള്ള നഷ്ടങ്ങൾ വരുത്തിയും നമ്മുടെ തന്നെ അറിവുകൾ കൊണ്ടും ഈവൻ ന്യൂസ് വാച്ച് ചെയ്തുകൊണ്ടും വായിച്ചുകൊണ്ടും ഒക്കെ അപ്സ്കിൽ ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനെ നമ്മൾ എങ്ങനെ ഒരു സ്റ്റോക്കിലേക്ക് അപ്ലൈ ചെയ്യുന്നുള്ളത് അതൊരു പെർട്ടിക്കുലർ സ്കില്ലാണ് ഒരാളുടെ. സോ ഇപ്പോൾ നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ഡിസിഷൻ എടുക്കാൻ, ഇപ്പോൾ ഞാൻ അർജുൻ ആദ്യമേ പറഞ്ഞ പോലെ നമ്മളൊരു ബോട്ടം ഫിഷിങ്ങിലേക്ക് ഒരു സ്റ്റോക്ക് തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ പലർക്കും പല പേടിയുണ്ടാവും. ഇപ്പോൾ എനിക്കും പേഴ്സണലി പേടി ഉണ്ടായിട്ടുണ്ട്. ഇത് ഓക്കെ, ബ്രേക്ക്ഔട്ട് സ്റ്റോക്കിൽ നമുക്കൊരു അപ് ട്രെൻഡ് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു അപ് ട്രെൻഡ് ഉണ്ട്, ഓക്കെ ഇറ്റ്സ് ഫൈൻ, ഇറ്റ് വിൽ ഗോ അപ്പ് എന്ന് പറയാം നമുക്ക്. പക്ഷേ ഈ താഴെ നിൽക്കുന്നത് മുകളിലേക്ക് എത്താൻ കുറച്ച് പാടാണ്. പക്ഷേ അവിടെ നമ്മുടെ വ്യൂ കറക്റ്റ് ആയിരിക്കണം. ഇത് ആൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതല്ല, ആ ഒരു മൊമെൻറ്റിൽ സെലക്ട് ചെയ്യുന്നതായിരിക്കില്ല. ഞാനിത് മുമ്പേ തന്നെ ഇതിനെ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ആൾറെഡി വാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റേതായിട്ടുള്ള അലേർട്ട് സെറ്റ് ചെയ്യും. സോ ഇവരുടെ ക്വാർട്ടർ റിസൾട്ടിൽ ഇവരുടെ കോൾസ് കാണും. ഈ മാനേജ്മെൻറ്റ് എന്താണ് ഇതിനെപ്പറ്റി, കമ്പനിയുടെ ഇനി ഫ്യൂച്ചർ എന്താണ്, ഇവരെടുക്കാൻ പോകുന്ന തീരുമാനം എന്താണ്, ഇനി ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് CWIP എന്നൊക്കെ പറയും. സോ ഇതൊക്കെ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരു ക്വാർട്ടർ ഓവർ ക്വാർട്ടർ അല്ലെങ്കിൽ ഒരു 2 to 3 ക്വാർട്ടേഴ്സൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടിട്ട് വരും അല്ലേ. സോ ഇതിന് ബദലായിട്ട് പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഈ സ്റ്റോക്കിനെ മുകളിലേക്ക് വിടാതിരിക്കുന്ന പല കാരണങ്ങളുണ്ട്. ഇതൊരു മാഗ്നറ്റിക് ഫീൽഡ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ജിയോ പൊളിറ്റിക്സ് അല്ലെങ്കിൽ കറണ്ട് അഫെയർസ് അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഇന്ത്യയിലുള്ള പല പ്രശ്നങ്ങൾ, ക്ലൈമറ്റ് എക്സെട്ര അല്ലേ. സോ ഇതൊക്കെ ഒരു ഫേവറബിളായിട്ട് വരുന്നൊരു പോയിൻ്റ് ഉണ്ടായിരിക്കും. സോ ആ പോയിന്റിലേക്ക് ക്ഷമയോടെ കാത്തിരിക്കുക. ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെച്ചേക്കുക. ഇത് ഞാൻ വിശ്വസിക്കുന്നത് ഇതെല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞ് വരുന്നൊരു സമയം ഉണ്ടാകും. ആ പോയിന്റിലേക്ക് അവിടെ ആ ഒരു ടെക്നിക്കൽ അനാലിസിസിലേക്ക് നമ്മൾ നോക്കിയിട്ട് ഒരു റൈറ്റ് പോയിന്റ് ചൂസ് ചെയ്ത് ആ പോയിന്റിൽ ഞാൻ അവിടെ നോക്കുന്നത് ആവറേജ് വോളിയം അല്ലെങ്കിൽ 1 month വോളിയം അല്ലെങ്കിൽ ഒരു ഡേ വോളിയംസ് അല്ലെങ്കിൽ അവിടെ ഇൻസിഡൻറ്റ് ഡേറ്റാസ് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, ബൾക്ക് ഓർ ബ്ലോക്ക് ഡീൽ, ഇതൊക്കെ നോക്കാറുണ്ട്. സോ പിന്നീട് അവിടെ റിസ്ക്കാണ്, പിന്നീട് നമ്മൾ എടുക്കുന്ന റിസ്ക്കാണ്. അപ്പം ഞാനവിടെ ചെയ്യാറ് കൂടുതൽ എൻ്റെ ഒരു ക്യാപിറ്റലിൻ്റെ ഒരു 5 to 10% ഞാൻ അവിടെ വെച്ചിരിക്കും, അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കും. അതെന്തായാലും ഷുവറായിരിക്കും. സോ പിന്നീട് ഒരു അപ് ട്രെൻഡ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാജുവലി ആഡ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നിങ്ങൾ യൂട്യൂബ് അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോംസ് എടുത്ത് നോക്കൂ, ഇതെല്ലാം അപ് ട്രെൻഡ് ആയതിനു ശേഷം, ബ്രേക്ക്ഔട്ട് ആയതിനു ശേഷമായിരിക്കും ഈ ന്യൂസൊക്കെ പുറത്ത് വരുന്നത്. അല്ലേ? ഷുവർ ഷോട്ടായിട്ട് ഇപ്പോൾ നമ്മൾക്കൊക്കെ സംഭവിക്കുന്ന ഇപ്പോൾ കമ്പനിയിൽ എന്തെങ്കിലും ഇൻസൈഡർ നടക്കുന്നൊരു അവർ ചിലപ്പോൾ ബോണസ്
അല്ലെങ്കിൽ ഷെയർ സ്പ്ലിറ്റ് ചെയ്യാണ്, അതല്ലെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് അനൗൺസ് ചെയ്യാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കൽ അനാലിസിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന ആ ലൊക്കേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ അധികം ഡാറ്റ ഇതിൻ്റെ പാസ്റ്റിൽ ഇത്ര നടന്നിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മുമ്പിൽ തന്നെ ഒരുപാട് മുന്നോട്ട് പോയിട്ടുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഡിഫൻസ് സ്റ്റോക്കുകൾ, ഇതൊക്കെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് ശരിക്കും ടെക്നിക്കൽ അനാലിസിൻ്റെയും ഇതിലൊക്കെയാണ്. പക്ഷേ ന്യൂസ് ബേസ് ചെയ്തിട്ട് നല്ല രീതിയിൽ അവിടെ ഡാറ്റാസ് എത്തിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ആളുകൾക്കൊരു കോൺഫിഡൻസ് കുറവുണ്ട്. താഴെ നിന്ന് വാങ്ങാനും മുകളിലെത്തുന്നത് വരെ ഹോൾഡ് ചെയ്യാനും. ഇത് 2 പോയിന്റാണ്. അതായത് താഴെ നിന്ന് വാങ്ങാനൊരു ധൈര്യം വേണം, മുകളിലെത്തുന്നത് വരെ ഈ പറഞ്ഞ ടെക്നിക്കൽ അനാലിസും ബ്രേക്ക് ഔട്ടും അതല്ലെങ്കിൽ അപ് ട്രെൻഡും ഒക്കെ കൺവിൻസ് ആവുന്നത് വരെ ഹോൾഡ് ചെയ്യാനുള്ളൊരു ക്ഷമയും വേണം. ഇത് രണ്ടുമാണ് ശരിക്കും പറഞ്ഞാൽ ഷിജിത്തിലൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. മുമ്പ് എനിക്കറിയാം, കാരണം നമ്മൾ ഡെയിലി അനാലിസിസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ എല്ലാവരും കരുതുന്ന പോലെയല്ല, ഞാനത് വാച്ച് ചെയ്തിട്ട് ഓക്കെ ഇതിൻ്റെ പുറകിൽ ഇത്രയും റീസണുകൾ ഉണ്ടായത് കൊണ്ടാണെന്ന് മനസ്സിലാവുന്നുണ്ട്. നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പുറത്തേക്ക് ഔട്ട് ചെയ്യുമ്പോൾ, ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീക്കിലി ഒരു 4-5 സ്റ്റോക്ക് യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഓപ്പൺലി ഒക്കെ പറയുന്ന പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ പറയുന്നത് ബ്രേക്ക് ഔട്ട്, അതല്ലെങ്കിൽ ട്രെൻഡിങ്. ന്യൂസ് ബേസ്ഡ് ആയിട്ടൊന്നും ഞാനൊരു സ്റ്റോക്കിനെ പിക്ക് ചെയ്യാനോ അനലൈസ് ചെയ്യാനോ പോകുന്നില്ല. അതല്ലാന്നുണ്ടെങ്കിൽ കമ്പനിയിൽ നടക്കുന്ന ബൾക്ക് ഡീലുകൾ, ഇപ്പോൾ ഒരുപാട് വലിയ ലാർജ് ബൈ അക്യൂസിഷൻസ്, പോസിറ്റീവായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു എക്സ്റ്റേണൽ ഫണ്ടമെൻ്റലും ഒരു രീതിയിലും ഒരു ട്രേഡർ നോക്കാറില്ല. അവർ ജസ്റ്റ് പ്രൈസ് ആക്ഷൻ, പ്രൈസ് പോയിന്റ് ഇന്ന പോയിന്റിൻ്റെ എബോ വന്നാൽ ബൈ ചെയ്യുന്നു, ഇന്ന പോയിന്റിൻ്റെ ബിലോ വന്നാൽ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ നോർമൽ ട്രേഡിംഗ് എന്ന് പറയുന്നൊരു സാധനം അത്ര വരെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളൂ, പഠിക്കുന്നുള്ളൂ. പക്ഷെ ഇതിൻ്റെ ബിഹൈൻഡ് ദ സീനിൽ ഇത്ര വലിയ രീതിയിൽ ഇൻഫർമേഷൻസ് കിടക്കുന്നുണ്ട്, അന്വേഷിച്ചെത്തുന്നില്ല. അതാണ് സത്യം. ആരും എഫേർട്ട് ഇടുന്നില്ല. ഇല്ല, യെസ്. കാരണം എഫേർട്ട് ഇടാത്തത് കൊണ്ടാണ് നമുക്ക് ആ ഒരു റിട്ടേൺസോ അതല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടോ കിട്ടാത്തത്. ഇപ്പോൾ ഒരു കമ്പനി പിക്ക് ചെയ്യുന്ന സമയത്ത് ഈ എക്സ്റ്റേണൽ ഫണ്ടമെൻ്റൽസ് അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സ് ഒക്കെ നോക്കുന്നത് കൂടെ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന കമ്പനിയുടെ അകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാറ്? ഷിജിത്ത് എന്തൊക്കെയാണ് പോയിന്റ് ശ്രദ്ധിക്കാറ്? അതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ നോക്കും. എന്നാൽ ഒരു പെട്ടെന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള സ്റ്റോക്ക് പി ഇ, അതുപോലെ തന്നെ ഇൻട്രിൻസിക് വാല്യൂ, ഫേസ് വാല്യൂ, അല്ലെങ്കിൽ പ്രൈസ് ടു ബുക്ക് റേഷ്യോ, ക്യാഷിൻ്റെ റിസർവ്, ക്യാഷ് ഇക്വാലൻസ്, അതുപോലെ തന്നെ പ്രൊമോട്ടർ ഹോൾഡിങ് തീർച്ചയായിട്ടും നോക്കാറുണ്ട്. ഇന്ത്യൻ പ്രൊമോട്ടറാണോ എന്ന് പലരും പറയാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള പ്രൊമോട്ടേഴ്സൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ITC, അതുപോലെ മറ്റ് കമ്പനീസൊക്കെ കാണും അല്ലേ, അവരെ നമ്മൾ എന്താ പറയുന്നത് പ്രൈവറ്റ് ഇക്വിറ്റി പ്രൊമോട്ടേഴ്സ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഈ പ്രൈവറ്റ് ഇക്വിറ്റി പ്രൊമോട്ടേഴ്സൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് ഇന്ത്യയിൽ ഇവർ സെല്ലിംഗ് കൂടുതലാണ്. ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രൊമോട്ടർ സെല്ലിങ് ഉള്ള സ്റ്റോക്കുകളുണ്ട്. അതിൽ ഒരു 75% ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് ഇക്വിറ്റി പ്രൊമോട്ടേഴ്സ് ആയിരിക്കും. ഇന്ത്യൻ പ്രൊമോട്ടേഴ്സൊക്കെ സെല്ല് ചെയ്യുമ്പോൾ എന്തിനത് സെല്ല് ചെയ്തു എന്നൊക്കെ നോക്കാറുണ്ട്. ചിലപ്പം അക്വസിഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എക്സ്പാൻഷൻ ആയിരിക്കാം. ഇതൊക്കെ ക്വാർട്ടർലി റിസൾട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു കമ്പനിയുടെ ഒരു ക്വാർട്ടർലി റിസൾട്ട് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യാറുണ്ട്. ആ ക്വാർട്ടർലി റിസൾട്ട്സിലെ കോൺകോൾസ്, അവരുടെ മീറ്റിംഗ്സിലൊക്കെ ഉള്ള തീരുമാനങ്ങൾ, ഇതെല്ലാം ഞാൻ പ്രത്യേകം എടുത്ത് നോക്കാറുണ്ട്. ആ സമയത്ത് ക്വാർട്ടർലി റിസൾട്ട് ചിലപ്പോൾ ഈ ഒരു ക്വാർട്ടർലി റിസൾട്ടിൽ ആ കമ്പനി മോശം റിസൾട്ടായിരിക്കും കാണിച്ചിരിക്കുന്നത്. അത് ആ കമ്പനിയുടെ കുഴപ്പമില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് റിസർച്ച് എന്താണെന്ന് നോക്കും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അതിന് വളരാനുള്ളൊരു സമയം കൊടുക്കുക അല്ലേ. അപ്പോൾ അതിനുശേഷം വാലിഡ് ആയിട്ടുള്ളൊരു പോയിൻ്റാണത്. ഇപ്പോൾ സോഫാർ ഷിജിത്തിൻ്റെ ഒരു ട്രേഡിംഗ് ജേണി, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഷിജിത്ത് ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്യുന്നതും അതിലെടുക്കുന്ന എഫേർട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡൊക്കെ പറഞ്ഞിട്ട് ഒരു ട്രേഡിംഗ് ജേണിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? എങ്ങനെയാണ് മാർക്കറ്റിലെത്തിയത്? അവിടെ നിന്ന് ഇതിനു മുമ്പ് എന്തെങ്കിലും മിസ്റ്റേക്സ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നോർമലി എല്ലാവരും സ്കാമിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോയിപ്പെടാം, അല്ലെങ്കിൽ ടെലഗ്രാം ചാനൽസ്, മാർവാടീസ് അങ്ങനെയൊക്കെ വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചൊക്കെ ഞാൻ മുമ്പൊക്കെ വന്ന സമയത്തൊക്കെ ഈ പറഞ്ഞ ടെലഗ്രാം ഈ എല്ലാ പ്രോസസ്സിൻ്റെ ഔട്ട്കം ആയിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത്. പിന്നെയാണ് നമുക്ക് റിയാലിറ്റിയിലോട്ട് വരുന്നത്. അപ്പോൾ ഷിജിത്തിൻ്റെ ഒരു ട്രേഡിംഗ് ജേണി എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിലേക്ക് വന്നത് എല്ലാവരെയും പോലെ ഇപ്പോൾ പലരും ഇതിലേക്ക് വന്നത് ഒരു പാൻഡമിക് ടൈമിലാണ്. ബേസിക്കലി അതിന് മുന്നേ എനിക്കിതിനെപ്പറ്റി അറിയായിരുന്നു, പക്ഷേ ഞാൻ ആധികാരികമായിട്ട് ചെയ്തിട്ടില്ല. ഞാൻ നോക്കിയിരുന്നു, പക്ഷെ ചെയ്തിട്ടില്ല ശരിക്കും. അപ്പോൾ ഞാൻ ഒഫീഷ്യലി ഇതിലേക്ക് വരുന്നൊരു ടൈം പറയാനാണെന്നുണ്ടെങ്കിൽ 2020 ജൂൺ ആ ടൈമിലാണ്. സോ അതിന് മുന്നേ എന്ന് ഞാൻ പറഞ്ഞത് ഫാമിലിയിൽ തന്നെ പല ഈ പറഞ്ഞ പോലെ മ്യൂച്വൽ ഫണ്ട് സ്കീമിലൊക്കെ ഈ ഒരു ഇക്വിറ്റി സ്കീമിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. സോ അതിലൊരു റിട്ടേൺ എന്നെ ഇതിനോട്ട് ആകർഷിച്ചിട്ടുണ്ട്. സോ അതിനുശേഷം ഞാൻ ഒഫീഷ്യലി ഇതിലേക്ക് വന്ന ടൈമിൽ ബേസിക്കലി വരുന്നത് യൂട്യൂബിലെ ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോസൊക്കെ കാണാനിടയായി. അന്ന് ആ ഒരു ആൽഗോരിതം അറിയാമല്ലോ, അന്ന് എല്ലാവരും വീട്ടിലിരിക്കുകയാണ്, ഒരു എക്സ്ട്രാ ഇൻകം വേണം എന്നുള്ള ഒരു മോട്ടീവ് എല്ലാവരിലേക്കും വന്ന പോലെ തന്നെയാണ് ഞാനും വന്നത്. സോ അതിനുശേഷം ശരിക്കും ഞാനൊരു അർജുൻ ചോദിച്ച പോലെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലോ അവരുടെ കോൾസോ ഇപ്പോഴും
ഇപ്പോഴും ഞാനത് നോട്ടീസ് ചെയ്തിട്ടില്ല. കാരണം അന്നൊരു ഭയം ഉണ്ടായിരുന്നു, ഇവരെന്തുകൊണ്ട് ഇത് പറയുന്നു, എന്തുകൊണ്ട് ഇത് മുകളിലേക്ക് പോകുന്നു എന്ന് കൗതുകത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. സോ അന്നത്തെ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഹൈലി വോളറ്റൈലായിരുന്നു. വോളറ്റൈൽ മീൻസ് മാത്രമല്ല, ഒരു അപ് ട്രെൻഡ് ഒന്നും അല്ല, ഒരു വല്ലാത്തൊരു കണ്ടീഷനാണ്. അതിന് മുന്നത്തെ ഒരുപാട് ക്രാഷൊക്കെ ഉണ്ടായെന്നൊക്കെ ഞാൻ വായിച്ച് കേട്ടിട്ടുണ്ട്. സോ അതുപോലൊരു ക്രാഷാണ്. അപ്പോൾ ഞാൻ ബേസിക്കലി ഇതിൻ്റെ എന്താണെന്നറിയാനായിട്ട് ചെറിയ ചെറിയ ക്വാണ്ടിറ്റീസിലേക്ക് എന്താണ് പല പല സ്റ്റോക്കുകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ 2020 ആ സമയത്ത് തന്നെ ഡിമാറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോഴാണ്. അപ്പോൾ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി അല്ലെങ്കിൽ ട്രേഡിംഗ് ജേണിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ബാക്ക് ഇൻ 2020 പറഞ്ഞു. പിന്നെ ഒരു 3-4 വർഷത്തിന് ശേഷമാണ് ഒരു കോഴ്സ് എടുത്ത് പഠിക്കണം. ഏതൊരു പോയിന്റിൽ നിന്നാണ് അവിടേക്ക് എത്തുന്നത്? ഓക്കെ, ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള അനാലിസിസും ഒക്കെ നടത്തിയതിന് ശേഷം ഞാൻ ആൾറെഡി പറഞ്ഞു, എൻ്റെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഇത് ചെയ്യുന്നവർ വളരെ കുറവാണ്. സോ ഒരു ഗൈഡൻസ്, ഒരു മെൻറ്ററിങ് വേണമെന്നൊക്കെ എനിക്ക് തോന്നി. സോ അത് മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുമായിട്ടൊരു എക്സ്റ്റാബ്ലിഷ്മെൻ്റൊക്കെ ഉണ്ടാക്കണം, കൂടുതൽ നോളജ് ഷെയർ ചെയ്യുക എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തി. അത് മാത്രമല്ല, ഞാൻ ട്രേഡിങ് അധികം ചെയ്യാറുമില്ല. എനിക്ക് ട്രേഡിങ്ങിലെ കുറച്ച് സ്ട്രാറ്റജീസൊക്കെ പഠിക്കണം, അതിൻ്റെ എൻട്രി എക്സിറ്റ് പോയിൻറ്റ്സ് ഒക്കെ കുറച്ചും കൂടെ ഈസി ആക്കണം, ആൻഡ് മണി മാനേജ്മെൻറ്റ് കുറച്ചും കൂടെ സോർട്ട് ചെയ്യണം എന്നുള്ള ഒരു പോയിന്റിലേക്കൊക്കെ എത്തി. സോ അതിൽ ഞാൻ കണ്ടെത്തിയ ബെസ്റ്റ് പോയിന്റ് SMK തന്നെയായിരുന്നു. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എൻറോൾ ചെയ്തതിന് ശേഷം എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു പേഴ്സണൽ ഇഷ്യൂസ് കാരണം ഒരു ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു. ആ ഗ്യാപ്പ് എടുക്കുന്ന സമയത്ത് പോലും ഇവിടെ നിരന്തരമായിട്ടുള്ള കോളുകൾസൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് റെക്കോർഡ് സെക്ഷൻസ് വേണോ, അതോ മറ്റു ഓൺലൈൻ സെക്ഷൻസ് അറേഞ്ച് ചെയ്ത് തരണോ, മെൻറ്ററുമായിട്ട് പേഴ്സണൽ കോൾസൊക്കെ ഉണ്ട്, അതല്ലെങ്കിൽ നിങ്ങളെ മറ്റേതെങ്കിലും ബാച്ചിലേക്ക് എൻറോൾ ചെയ്യണം. സോ ആ ഒരു നിരന്തരം എന്നെ കോൾ ചെയ്ത് ചോദിക്കാറുണ്ട്. അതൊക്കെ എനിക്കൊരു പ്ലസ് പോയിൻ്റ് ആയിട്ടൊക്കെ തോന്നി. സോ ആ ഒരു സപ്പോർട്ട്, അതുമാത്രമല്ല ഇവിടുന്ന് എൻറോൾ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്നൊരു എന്താ പറയുക, ഒരു ആഫ്റ്റർ ബാച്ച് സപ്പോർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് മെൻറ്ററുമായിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇൻട്രാക്ട് ചെയ്ത് ഡൗട്ട് ക്ലിയർ സെക്ഷൻ ചെയ്യാം. ഇതൊക്കെ ഒരു പോസിറ്റീവായിട്ട് തോന്നി. ഞാനിവിടെ വന്നതിൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. 100% ഞാൻ പേഴ്സണലി മനസ്സിൽ നിന്ന് പറയാണ്, എനിക്ക് ഞാൻ എന്താണോ ഇവിടെ വന്നപ്പോൾ എന്തുദ്ദേശിച്ചാണ് ഞാനിവിടെ വന്നത്, അതെനിക്ക് ഇവിടെ 100% കിട്ടിയിട്ടുണ്ട്. ഹാപ്പി ടു ഹിയർ. അത് നമ്മുടെ ഒരു വിജയം, അതെങ്കിൽ നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യം. ഒരു കമ്മ്യൂണിറ്റി സർവീസ്, അല്ലെങ്കിൽ ഇപ്പോൾ മുമ്പ് പറഞ്ഞല്ലോ, ട്രേഡിങ്ങും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ജേണി അങ്ങനെ പോകുന്ന സമയത്താണ് ഇവിടെ ട്രേഡിങ് പഠിക്കാൻ വരുന്നത്, അല്ലെങ്കിൽ ഒരു കോഴ്സ് എൻറോൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ അതിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ആണ്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റിയായി, ആ സർവീസായി, അതേപോലെ തന്നെ നമ്മൾ വാല്യൂ എക്സ്ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ റിസർച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യമാണ് മേജറായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. സ്റ്റിൽ ഇപ്പോഴും ഇനി മാർക്കറ്റിലേക്ക് ഒരാൾ അഡ്വൈസ് ചോദിച്ചു വരികയാണ്, അല്ലെങ്കിൽ പുതുതായിട്ട് മാർക്കറ്റിലേക്ക് ഒരാൾ എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഷിജിത്തിനോടാണ് കൺസൾട്ട് ചെയ്യുന്നത്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഓക്കെയാണ്, അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് വരാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചു വരുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്താ? ഷിജിത്തിൻ്റെ ഒരു പേഴ്സണൽ അഡ്വൈസ് എന്താ? ഓക്കെ, ഞാൻ അവരോട് ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇതിനെയൊക്കെ ഒന്ന് വാച്ച് ചെയ്യാം. നമ്മൾ ഇപ്പോൾ നമ്മുടെ ഈ ഒരു എന്താണ് ജെൻസി ജനറേഷൻ എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ മില്ലിനിയ കിഡ്സ് എന്നൊക്കെ പറയുന്ന പോലെ, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എടുത്തുചാട്ടമൊക്കെ അത്യാവശ്യം വളരെ കൂടുതലാണ്. ഇവരുടെ ട്രെൻഡ് പെട്ടെന്ന് മാറിക്കൊണ്ടേയിരിക്കും അല്ലേ. സോ ചിലർക്ക് ഇതൊരു സ്കില്ലാവാം, ചിലർക്കൊരു പാഷനാവാം, ചിലർ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയണത്, ഒരു കുറച്ച് നേരത്തേക്കുള്ളൊരു ഫാൻറ്റസി എന്ന് പറയുന്ന പോലെ രീതിയിലേക്കൊക്കെ ആവാം. അപ്പോൾ ഇവരിതിനെ കുറച്ച് നാൾ വാച്ച് ചെയ്യുക, നിങ്ങളിതിനെ കുറച്ച് നാൾ വാച്ച് ചെയ്യുക, ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവ്സും ബേസിക്കായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ധാരാളം വീഡിയോസ് ഉണ്ട്, SMKയുടെ തന്നെ കണ്ടൻസ് ഒരുപാടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വാച്ച് ചെയ്തതിന് ശേഷം ഇത് നിങ്ങൾക്കൊരു സൂട്ടാവുന്ന ഫീൽഡാണോ നോക്കുക. സൂട്ടാവുന്ന ഫീൽഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. ഓഫ് കോഴ്സ് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ഇതൊക്കെ ഒരു മെൻറ്ററിങ് കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മൾക്ക് ഇവിടെ വേണ്ടത് എക്സ്പീരിയൻസ് ആണ്. ഇവിടെ അല്ലെങ്കിൽ SMKയിൽ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കിട്ടുന്നത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ട്രേഡേഴ്സ്, മെൻറ്റേഴ്സൊക്കെയാണ്. സോ അവരിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ പോസിറ്റീവ് നെഗറ്റീവ്സ് അവർക്ക് അവരുടേതായ എക്സ്പീരിയൻസ് കൊണ്ട് അവർക്ക് പിടികിട്ടും. അവർ നിങ്ങളെ ഗൈഡ് ചെയ്യും. ആ ഒരു ഗൈഡൻസ് ഇവിടെ വേണ്ടതാണ്. കാരണം സ്വന്തമായി ക്യാപിറ്റൽ ഇല്ലാത്ത കുട്ടികളായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വർക്കിംഗ് പീപ്പിൾ ആണെന്നുണ്ടെങ്കിലും അവർക്ക് ഇതിനൊന്നും സമയം കണ്ടെത്തിയെന്ന് വരില്ല. അവർ മറ്റു കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആയിരിക്കും. സോ ഇവിടെ ഒരു ഗൈഡൻസ് വേണമെന്നാണ് ഞാൻ പറയുന്നത്. ആ ഗൈഡൻസ് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ പ്രോപ്പറായിട്ടുള്ള ഒരു മെൻറ്ററിൽ നിന്ന് തന്നെ കിട്ടണം. സോ അതിന് ഞാൻ SMK ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ട് റെഫർ ചെയ്യുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം. എൻറോൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് മനസ്സിലാവും. ആൻഡ് മോർലി ഞാനിതിനകത്ത് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, നിങ്ങൾ ഇതിനകത്ത് ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുക. എല്ലാ വശങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക, എഫേർട്ട് ഇടുക. ആ ഒരു എഫേർട്ടിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാർക്കറ്റ് തന്നിരിക്കും. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, പെട്ടെന്ന് പുറത്തുനിന്ന് ഒരാൾ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പുതുതായിട്ട് ഒരാൾ മാർക്കറ്റിനെ പറ്റിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ട്രേഡിങ്, ഈ രണ്ടിലൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഉത്തരം എന്തായിരിക്കും? ഞാൻ
അത് ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെ ടേസ്റ്റാണ്. എൻ്റെ ടേസ്റ്റ് അനുസരിച്ചാണ് ഞാൻ ഉറപ്പായിട്ടും പറയും നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകും. കാരണം ഇന്ത്യൻ ഗവൺമെൻറ് പോലും അല്ലെങ്കിൽ ഏതൊരു രാജ്യം പോലും ഇൻവെസ്റ്റ്മെൻറ്റാണ് പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ കയ്യിലിരിക്കുന്ന ലിക്വിഡായിട്ടുള്ള ക്യാഷുകൾ നമ്മൾ എത്രയോ അനാവശ്യമായി ചിലവാക്കുന്നു. ഹയർ റിട്ടേൺസ് പോലും കിട്ടാത്ത പല ഇൻവെസ്റ്റ്മെൻറ്റ് മീഡിയത്തിലും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു അല്ലേ. സോ അതിനേക്കാൾ നമുക്ക് നമ്മുടെ ഒരു ഇന്ത്യയുടെ വളർച്ചയുടെ ഭാഗമായിട്ട് നമ്മുടെ ക്യാപിറ്റൽ നല്ലതായ രീതിയിൽ ഹയർ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഉള്ളപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഫോക്കസ് ചെയ്യാറ്. ഞാൻ മാർക്കറ്റിൽ ഹൈലി ബുള്ളിഷാണ്. നിങ്ങളുടെ മാർക്കറ്റ് ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. നിങ്ങൾ റൈറ്റ് റീസർച്ച് നടത്തി കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. സോ അതിനുശേഷം എനിക്ക് അന്ന് ഞാൻ ശരിക്കും ഫണ്ടമെൻ്റൽ അനാലിസിസ് ഒന്നും നടത്തിയിട്ടില്ല. ആ ഒരു രീതിയിലല്ല, ജസ്റ്റ് ചാർട്ട് വാച്ച് ചെയ്യുന്നു, അതിൻ്റെ അപ് ട്രെൻഡ് ഉണ്ടോ എന്ന് മാത്രം നോക്കും. ഓക്കെ, അത് ലോങ് ടൈം കൺഫർമേഷൻ അത് മാത്രം. സ്റ്റോക്ക് അപ് ട്രെൻഡിലാണോ മുകളിലേക്കാണോ പോകുന്നത് നോക്കും. ഓക്കെ, അങ്ങനെ തന്നെ അത് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ജസ്റ്റ് നോക്കിയിരിക്കുന്നു. ഇപ്പോഴും 1-2 സ്റ്റോക്കുകളൊക്കെ അന്ന് വാങ്ങിച്ചത് ഇപ്പോഴും ഒരു ഓർമ്മയ്ക്കായിട്ട് കാശ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, സെല് ചെയ്തിട്ടില്ല ശരിക്കും. ഓക്കെ, നോർമലി ഞാൻ ഒരുപാട് പേരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, 2020 ഞാൻ ഈ സ്റ്റോക്ക് ഇത്ര രൂപയിൽ, ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ഒക്കെ 80 കണ്ടിട്ടുണ്ട്, 90 ട്രേഡ് ചെയ്തിട്ടുണ്ട് പറയുന്നുണ്ട്. അങ്ങനെ ഒരാൾ ബൈ ചെയ്തത് ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരാളെ കാണുന്ന ആദ്യമായിട്ടാണ്. അതെ, സോ അതൊരു ഒരു ഓർമ്മപ്പെടുത്തലാണ്, നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് എന്ന് കാണിക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. സോ ഞാൻ ഇതിൻ്റെ ഒരു ട്രേഡിങ് ജേണിയിലേക്ക് വരുമ്പം ശരിക്കും SMKയിൽ വന്നതിന് ശേഷമാണ് ഇൻട്രാഡേ ഒരു ആധികാരികമായിട്ട് ചെയ്യണമെന്നുള്ളൊരു കോൺഫിഡൻസും ഇവിടെ പഠിപ്പിച്ച സ്ട്രാറ്റജീസും. സോ അതൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം അതിലേക്ക് നമ്മുടെ ഒരു ബിഗിനർ, ശരിക്കും ട്രേഡിങ്ങിൽ തന്നെ ഇവിടെ വന്ന് ഒരു ബിഗിനർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ട്രേഡിങ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ ആക്യുറേറ്റ് ഉള്ളൊരു സ്ട്രാറ്റജീസ്, നിങ്ങൾ നടത്തുന്ന റീസർച്ച്, സോ അതൊക്കെ കൊണ്ട് ലോസ് കുറയ്ക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. സോ എൻ്റെ ഒരു ക്യാപിറ്റലിൻ്റെ ഒരു 85% അല്ലെങ്കിൽ 95% ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് തന്നെയാണ് മാറ്റി വെച്ചേക്കുന്നത്. അതിനുശേഷം ഇവിടെ വന്ന അർജുനായിട്ടുള്ള മെൻറ്ററിങ്ങിൽ എനിക്ക് അദ്ദേഹവും പറഞ്ഞത് അത് തന്നെയാണ്. അർജുൻ പറഞ്ഞത് ഒരു 5-10% ട്രേഡിങ്ങിലേക്ക് മാറ്റി വെച്ചാൽ മതി. നിങ്ങൾക്ക് എന്താണോ ബെസ്റ്റായിട്ട് തോന്നുന്നത് അതിലേക്ക് നിങ്ങൾ കൂടുതൽ ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്യൂ, നിങ്ങൾ അതിൽ വളരാൻ ശ്രമിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. അതെൻ്റെ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ ഒരു മെത്തേഡാണ്. മുമ്പിലിരിക്കുന്ന ആൾ ഏത് പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഇതിനെ കാണുന്നതെന്ന് ആദ്യം ഞാൻ മനസ്സിലാക്കുക. അയാൾ കുറച്ച് അഗ്രസീവ് ടൈപ്പ്, അതായത് ഇതിൽ സൈക്കോളജി പരമായിട്ട് നോക്കും, അയാളൊരു അഗ്രസീവ് ടൈപ്പാണോ കൺസർവേറ്റീവ് ടൈപ്പാണോ, ഏതിലാണ് അയാൾ ഫ്ലെക്സിബിൾ ആവാൻ സാധ്യതയുള്ളത്, അത് ഞാനൊന്ന് സ്റ്റഡി ചെയ്യും. എന്നിട്ടാണ് അവർ പലരും ചോദിക്കും, ഇപ്പോൾ ഇൻട്രാഡേക്ക് ഞാൻ ക്യാപിറ്റൽ എത്ര യൂസ് ചെയ്യേണ്ടത്, ഷോർട്ട് ടൈമിന് എത്ര യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് സെഗ്മെൻറ്റാണ് ചൂസ് ചെയ്യേണ്ടത്. ഞാൻ ആ പേഴ്സണാലിറ്റി കൂടി മനസ്സിലാക്കിയിട്ടാണ് അയാൾക്ക് ഇത് റെഫർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പറയുന്നത് എടുക്കുന്ന റിസ്കിൻ്റെയും അതല്ലാന്നുണ്ടെങ്കിൽ കൊണ്ടുവരുന്ന ക്യാപിറ്റലിൻ്റെയും ബേസിലാണ് ഇന്ന സെഗ്മെൻറ്റിലേക്ക് പോകാമെന്ന് പറയുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ നമ്മൾ പറയപ്പെടുന്ന പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ മുമ്പിൽ നിൽക്കുന്ന ആൾ ഏത് തരത്തിലുള്ള പേഴ്സണാലിറ്റിയാണ്, അയാൾക്ക് ഏറ്റവും കൂടുതൽ റിസീവ് ചെയ്യാൻ അല്ലെങ്കിൽ കൊണ്ട് നടക്കാൻ ഏറ്റവും കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സെഗ്മെൻറ്റ് ഏതാണ്, അതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 80-90% ശുചിത്ത് ഇടുന്ന അല്ലെങ്കിൽ പിക്ക് ചെയ്യുന്ന സ്റ്റോക്കും അതിൻ്റെ റിസർച്ചും ഹൈലി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത് റിസൾട്ട് കൊണ്ടാണ്. അപ്പോൾ അത്ര റിസൾട്ടുള്ള ഒരാൾ പിന്നെ ഞാൻ അത് കംപ്ലീറ്റ്ലി നിർത്തണം, സ്വിച്ച് ചെയ്യണം, കിട്ടുന്ന റിസൾട്ട് അവിടെ വെച്ചിട്ട് ഒരു 90% ഇൻട്രാഡേയിലേക്ക് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മെൻറ്റർ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്താണോ എൻ്റെ ധർമ്മം അതിനെതിരാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓക്കെ, ശുചിത്തിന് ഇൻട്രാഡേ ഫ്ലെക്സിബിൾ ആവുന്നത് വരെ ഒരു 10% ക്യാപിറ്റൽ, മാക്സിമം ആണ് 10% ക്യാപിറ്റൽ, ബാക്കി എല്ലാതും അവിടെ ഇപ്പോൾ പോകുന്ന ഏതാണോ മെത്തേഡ് അതിലേക്ക് എൻഹാൻസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. കാരണം ഫീസിബിൾ ആവാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന നമ്മളെ ഇമോഷൻസ്. കാരണം ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓപ്പൺലി പറയും, ഇപ്പോൾ നമ്മൾ മെൻറ്ററിങ് തന്നെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് കോഴ്സ് കൊടുക്കുന്നുണ്ട്, എല്ലാവരും ഡേ ട്രേഡേഴ്സ് ആയിക്കൊള്ളണമെന്നില്ല. കാരണം ഇവിടെ സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാം, പക്ഷേ ഡിസിഷൻ മേക്കിങ്ങും ഈ പറയുന്ന ഇമോഷൻസും അത് പ്രാക്ടീസ് ചെയ്ത് ഒരു 6 to 1 ഇയറിൻ്റെ ഇടയിലൊക്കെ പ്രാക്ടീസ് ചെയ്ത് അയാൾ അതിൽ ഫിറ്റാണെന്ന് തെളിയിക്കുമ്പോൾ മാത്രമാണ് പ്യുവർ ഡേ ട്രേഡർ ആവുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഷോർട്ട് ടൈം ട്രേഡിംഗ് ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ്, മാർക്കറ്റിൽ നിന്ന് പാസീവായിട്ട് ഇൻകം ഉണ്ടാക്കുന്ന എല്ലാ മെത്തേഡും നമുക്കൊരു കോഴ്സ് എടുക്കുന്നതിലൂടെ ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പലരോടും പല രീതിയിൽ സെഗ്മെൻറ്റ് ചൂസ് ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ നമ്മളെ ഇടയിൽ തന്നെ ഈവൻ ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരാൾ സ്കാൽപ്പിംഗ് മാത്രമേ ചെയ്യുള്ളൂ. അയാൾ ഓക്കെയാണ്, അയാൾക്ക് അത്രത്തിൽ പെട്ടെന്ന് എക്സിക്യൂഷൻ നടത്താനുള്ള സ്കില്ലുണ്ട്, അപ്പോൾ അയാളത് ചൂസ് ചെയ്താൽ മതി. അയാളോട് ഞാൻ പറയാം, നീ വെയിറ്റ് ചെയ്യണം, ഒരു സ്റ്റോക്ക് എടുത്തിട്ട് ഇത്ര പഠിച്ചിട്ട് അതൊരു മാസമോ 2 മാസമോ 3 മാസമൊക്കെ എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനോട് ഞാൻ ചെയ്യുന്ന ചതിയാണ്. അപ്പോൾ ആളുകൾക്കനുസരിച്ചാണ് ഞാൻ ശരിക്ക് അല്ലെങ്കിൽ സെഗ്മെൻറ്റോ കോഴ്സോ റെഫർ ചെയ്യുക.
അപ്പോൾ അയാൾ എത്തരത്തിലുള്ളൊരു ആളാണ്, അയാൾക്കത് റിസീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അയാൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ ഏറ്റവും റിസൾട്ട് എവിടെയാണോ കൂടുതൽ കിട്ടുന്നത് അവിടെയാണ് ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ കൊടുക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കിയതാ, നമുക്ക് റിസൾട്ട് മാർക്കറ്റിൽ നിന്ന് എവിടെയാണോ കൂടുതൽ കിട്ടുന്നത് അവിടെയാണ്. അതിനിപ്പോൾ ഡേ ട്രേഡിംഗ് ആണെന്നെങ്കിൽ ഡേ ട്രേഡർ ആവണം നമ്മൾ. അയാളെ പിടിച്ച് ഷോർട്ട് ടൈം ട്രേഡിങ്ങിലേക്കോ ഇൻവെസ്റ്റ്മെൻറ്റിലേക്കോ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻറ്റയർലി അയാൾ റൺ ചെയ്യുന്ന സിസ്റ്റം ഫ്ലോപ്പായി പോകും. ഇപ്പോൾ നേരെ മറിച്ച് ഇൻവെസ്റ്റ്മെൻറ്റും ഷോർട്ട് ടൈം ട്രേഡിങ്ങും നല്ല രീതിയിൽ റിട്ടേൺസ് ഉണ്ടാക്കുന്ന ഒരാളാണ്, അയാളെ ഞാൻ പിടിച്ചിട്ട് നീ ഡേ ട്രേഡിങ് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അത് വേറെ തരത്തിൽ അയാളോട് ചെയ്യുന്ന ചതിയാണ്. അപ്പോൾ കുറേയും കൂടി ഫിറ്റായിട്ടുള്ള മെത്തേഡ് പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് ഞാൻ റെഫർ ചെയ്യൽ. ഇപ്പോൾ ഈ പറഞ്ഞ ട്രേഡിങ് ജേണിയിൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതേപോലെ വലിയ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? എനിക്ക് ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടാക്കിയ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ബാക്ക് ഇൻ 2021 അമരരാജ. അന്ന് അതിലേക്ക് ബാറ്ററീസ് അന്നാണ് ശരിക്കും ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പഠിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് മനസ്സിലായത്. അപ്പോൾ അന്ന് ഞാൻ വാങ്ങിച്ച പ്രൈസ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പിന്നെ 901 രൂപയ്ക്ക്. സോ അതിനുശേഷം പിന്നീട് അത് താഴേക്കായിരുന്നു. എത്ര രൂപ അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് താഴെ വന്നിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക്? നല്ലത് എനിക്കൊന്ന് 500-600 രൂപ വരെ, ഓൾമോസ്റ്റ് ഒരു 50% അടുത്ത് ഡിക്ലൈൻ സംഭവിച്ചു സ്റ്റോക്കിന്. ഓർമ്മ ശരിയാണെങ്കിൽ അത്രത്തോളം വന്നിട്ടുണ്ട്. അതായത് ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ വലുതായിരുന്നോ? അത്യാവശ്യം വലുതായിരുന്നു. അതിനകത്ത് ഞാൻ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കാരണം അന്ന് എപ്പോൾ ന്യൂസ് നോക്കി കഴിഞ്ഞാലും ഒരു EV ബൂം ബാക്ക് ഇൻ 2021 പകുതിയാണെന്ന് തോന്നുന്നു, മാർച്ച് ടൈമിലൊക്കെയാണെന്ന് തോന്നുന്നു. സോ അതിലേക്ക് നല്ലൊരു എമൗണ്ട് അങ്ങ് ഇൻവെസ്റ്റ് ചെയ്തു. അന്ന് ടാറ്റ പവറും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. സോ അത് കുഴപ്പമില്ലാണ്ട് കയറിപ്പോയി. അപ്പോൾ ഈ ഒരു EV ബാറ്ററി സെഗ്മെൻറ്റിലേക്ക് ഇവരൊരു ബൂമാവെന്ന് കാണിച്ചു. പക്ഷെ പിന്നീട് ഇവർക്ക് അവരുടെ ഗവൺമെൻറ്റുമായിട്ട്, എനിക്ക് തോന്നുന്നു ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്റൊക്കെ ആയിട്ട് എന്തോ ബാനും മറ്റ് അവരുടെ ഫാക്ടറീസിലൊക്കെ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടാണ് ഇത് താഴേക്ക് പോയത്. സോ അത് എനിക്കൊരു പാഠമായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒരു വാർത്തകളിൽ ഇത് കണ്ടു, കമ്പനീസിനെ പറ്റി കൂടുതൽ പഠിക്കണം. പക്ഷേ ആ കമ്പനി ഓക്കെ ആയിരുന്നു, അതിനുശേഷം അത് റിക്കവറായി വന്നു. പല പ്രോബ്ലംസും ഒക്കെ അവർ സോൾവ് ചെയ്തിട്ട് ഇപ്പോൾ നോക്കൂ, ആ സ്റ്റോക്ക് ഏകദേശം ഒരു 1700 രൂപയോളം മുകളിൽ പോയിട്ടുണ്ടല്ലേ. അത് നമ്മുടെ ഗ്രൂപ്പിൽ ഡിസ്കഷനും ചെയ്തപ്പോൾ ഞാൻ ആ പെർട്ടിക്കുലർ സ്റ്റോക്ക് എടുത്ത് പറഞ്ഞിരുന്നു, എനിക്കിത് നഷ്ടം ഉണ്ടാക്കിയതാണ്, ഇപ്പോൾ ഇതിൻ്റെ ഒരു നല്ലൊരു ഫേസ് കാലഘട്ടം വരാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് പറഞ്ഞാൽ അവിടെ നിന്നാണ് ഒരു ഇൻസൈറ്റ് കിട്ടുന്നത്. സ്റ്റഡി ചെയ്യണം, അല്ലെങ്കിൽ കമ്പനീസിൻ്റെ ഫണ്ടമെന്റൽസ് അല്ലെങ്കിൽ എക്സ്റ്റേണലൊക്കെ നമ്മൾ ശരിക്കും ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെങ്കിൽ പഠിക്കണം എന്ന് തോന്നുന്നത് അവിടെ നിന്നാണ്. അതെ, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, ഒരു അപ് ട്രെൻഡ് നോക്കിയാണ് ഞാൻ വാങ്ങുന്നത്. ഈ സ്റ്റോക്ക് അപ് ട്രെൻഡ് കാണിച്ചിരുന്നു, അപ്പോൾ മുകളിലേക്ക് പോകുന്ന പ്രതീക്ഷ. പക്ഷേ സഡനായിട്ടാണ് ഈ ഒരു ന്യൂസും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ കമ്പനീനെ അഫക്റ്റ് ചെയ്ത്. അന്ന് എനിക്ക് മനസ്സിലായി എത്ര നല്ല കമ്പനി ആയിരുന്നാൽ പോലും ആ കമ്പനീസിനെ അഫക്റ്റ് ചെയ്യുന്ന കുറേ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. അത് ആ കമ്പനിയുടെ കുഴപ്പമല്ല, അത് ഗവൺമെൻറ് റെഗുലേഷൻസ് ആയിരിക്കും. ഞാൻ ആൾറെഡി പറഞ്ഞു, വല്ല മാഗ്നറ്റിക് ഫീൽഡ് പോലെ വർക്ക് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. സോ അതൊരു പാഠമായിരുന്നു. അതായത് ഇപ്പോൾ ഈ എക്സ്റ്റേണൽ ഫണ്ടമെൻ്റൽ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ കമ്പനീനെ നോക്കുന്നത് കമ്പനിയുടെ ബിസിനസ്സും പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബാലൻസ് ഷീറ്റ്, ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയും. ആ ഒരു ഏരിയ ഫൈനാൻഷ്യലി ആണ് ഫണ്ടമെൻ്റൽ എന്നാണ് ആളുകളുടെ ഒരു ധാരണ. എക്സ്റ്റേണലി ആ കമ്പനീനെ എന്ത് എഫക്റ്റ് ചെയ്യുന്നതും ഫണ്ടമെൻ്റലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ന്യൂസ്, ഈ പറഞ്ഞ പോലെ ന്യൂസ് ആവാം, അതല്ലെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് പോളിസി റെഗുലേഷൻ ആവാം, ഈവൻ അവർ വർക്ക് ചെയ്യുന്ന ആ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ സെക്ടറിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ന്യൂസ് മതി. എത്ര വലിയ കമ്പനി ആണെങ്കിലും ചെറിയ രീതിയിലെങ്കിലും അവർക്കൊന്ന് എഫക്റ്റ് ചെയ്യും. പിന്നെ അത് പിൽക്കാലത്ത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. അപ്പോൾ 900 വാങ്ങിയ കമ്പനി 500 തിരിച്ചു വരിക, അവിടെ നിന്ന് 1700 പോകുമെന്ന് പറഞ്ഞാൽ അത് ആ കമ്പനി സ്ട്രോങ് ഉണ്ടെന്നുണ്ട്, അല്ലെങ്കിൽ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫിറ്റാണ്, ഫണ്ടമെൻ്റലി ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ തിരിച്ച് കയറി വരും. അതൊക്കെയാണ്. പക്ഷേ ചെറിയ രീതിയിൽ ഇതിനെ എഫക്റ്റ് ചെയ്യാൻ ഒരു ന്യൂസ് മതി, പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റിൽ. തീർച്ചയായും. അപ്പോൾ അവിടെ നിന്നാണ് ഒരു ഇൻസൈറ്റ് കിട്ടുന്നത്, പഠിക്കണമെന്നില്ല. ഇനി ഇപ്പോൾ നഷ്ടത്തിൻ്റെ കേസ് പറഞ്ഞു, അതേപോലെ തന്നെ നല്ല രീതിയിൽ റിട്ടേൺസ് തന്നിട്ടില്ല അല്ലെങ്കിൽ പ്രോഫിറ്റ്സ് കിട്ടിയിട്ടുള്ള സ്റ്റോക്കുകൾ ഉണ്ടായിട്ടില്ലേ? തീർച്ചയായും. അതിൽ ഇപ്പോഴും ഞാൻ ഓർത്ത് വെക്കുന്നത് ടാറ്റ എലക്സയാണ്. അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2000 ആ റേഞ്ചിൽ, അതിനോട് അടുത്ത്, അതിലും താഴെ തന്നെയാണ് വാങ്ങിച്ചത്. പക്ഷേ ആവറേജ് വരുമ്പോൾ ഒരു 2000 റുപ്പീസ് ഒരു ആവറേജ് പ്രൈസ് കണക്കാക്കാം. അതിൻ്റെ ഹൈ ക്രിയേറ്റ് ചെയ്തത് എനിക്ക് തോന്നുന്നു ഏകദേശം 11,000 ആ റേഞ്ചിലേക്കൊക്കെ സ്റ്റോക്ക് പോയി. ഒരു 10,800 ആ ലെവലിലൊക്കെ ഞാനത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അതായത് ഒരു 2000 വാങ്ങിയൊരു സ്റ്റോക്ക് 10,000 രൂപ എത്തുമ്പോഴാണ്, അതായത് പ്രൈസ്, കമ്പനിയുടെ പ്രൈസ് അറിയുന്നത്, ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അല്ല. 5x റിട്ടേൺ അതിൻ്റെ മുകളിൽ ആ കമ്പനിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതെ, അത് ശരിക്കും ഞാൻ പഠിച്ചിരുന്നു. പക്ഷെ അത് പിന്നീട് എനിക്ക് മനസ്സിലായി, ഞാനത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ആ വെയിറ്റ് ചെയ്യുന്നത് ഇത് ഓൾറെഡി ഇതിൻ്റെ ഒക്കെ ഒരുപാട് മുകളിലേക്ക് പോയി. അപ്പോൾ എനിക്കറിയാം ഇത് ഓൾറെഡി ഒരു സെല്ലിങ് വരും, ആളുകൾ ഇതിനെ ഓവർ വാല്യൂഡായിട്ട് ഒരു ഹയർ പൊസിഷനിലേക്ക് കൊണ്ടുവച്ചേക്കുകയാണ്. സോ എക്സിറ്റ് ആവേണ്ട സമയമായി. ഇതല്ല ഇതിൻ്റെ കറക്റ്റ് വാല്യൂ, ഇൻട്രൻസിക് വാല്യൂവിനേക്കാളൊക്കെ മുകളിലേക്ക് പോയി. സോ
അതിൽ ഞാൻ എടുത്തത് എൻ്റെ കറക്റ്റ് തീരുമാനം. അതിനുശേഷവും എനിക്കിത് വാങ്ങാനുള്ളൊരു ടെംപ്ടേഷൻ വന്നിട്ടില്ല. പിന്നീട് അത് ഒരുപാട് ലോവർ ലെവലിലേക്ക് വന്നു. എനിക്ക് തോന്നുന്നു ഒരു 6000 ആ ലെവലിലേക്കൊക്കെ വന്നു. എന്നിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും ഒരു 7000 8000 റേഞ്ചിലേക്കായിരിക്കും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പക്ഷേ പിന്നീട് ഞാൻ വീണ്ടും ഒരു ബൈ സിഗ്നൽ ഞാൻ ചെയ്തിരിക്കും. പക്ഷേ ഇപ്പോഴല്ല റൈറ്റ് ടൈം എന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അനാലിസിസ് പ്രകാരം. പക്ഷേ ആ കമ്പനി ഇതിലും ഒരു ബൂം ഉണ്ടായിരിക്കും. സോ ഇപ്പോൾ ഈ ഒരു പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് എനിക്ക് മനസ്സിലായത്, നെക്സ്റ്റ് ഞാൻ ചോദിക്കാൻ പോകുന്നത് ആ തരത്തിൽ ഒരു ടൈംലി ഡിസിഷൻ ആയിരുന്നു ആ ഒരു എക്സിറ്റ്. തീർച്ചയായും അതെ, 10800 എന്ന് പറയുന്ന ഒരു എക്സിറ്റ് എന്ന് പറയുന്ന ടൈമിൽ. അപ്പോൾ ഇത്തരത്തിൽ പ്രോപ്പറായിട്ട് ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് നമുക്ക് നടന്നിട്ടുണ്ടായിരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ സ്റ്റോക്കിലൊക്കെ ടൈംലി എക്സിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായും ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഷിജിത്തിൻ്റെ കേസിലാണെങ്കിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്സിൽ വെൻ ടു ബൈ എന്നുള്ളത് എല്ലാവർക്കും ഓക്കെ, ന്യൂസ് ബേസ്ഡ് ആവാം, ടെക്നിക്കൽ ആവാം, ഓർഡേഴ്സ് ആവാം, എക്സ്റ്റേണൽ ഫണ്ടമെൻ്റൽ ഒക്കെ ആവാം. പക്ഷേ ഈ എക്സിറ്റ് പൊതുവെ ആളുകൾക്കൊരു കൺഫ്യൂഷനാണ്. അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വാല്യുവേഷൻ ബേസ് ചെയ്തിട്ടാണോ നോക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്റ്റേണൽ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ടോ ഒരു എക്സിറ്റ് തീരുമാനിക്കുന്നത്? ഓക്കെ, ഞാൻ ഇവിടെ ബേസിക്കലി ഞാൻ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാറില്ല. എനിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടായില്ല. അത് ശരിക്കും ഇവിടെ ഒരു ബിഗിനർ എന്നുള്ള ലെവലിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുമ്പം സ്റ്റോപ്പ് ലോസ് ചിലർ സെറ്റ് ചെയ്യാറുണ്ട്, ചിലർ സെറ്റ് ചെയ്യാറില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ നോ സ്റ്റോപ്പ് ലോസ് എന്നുള്ള രീതിയിലാണ് പോവാറ്. ഒരു ടാർഗറ്റ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നതിലുപരി ഞാൻ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇതിനെപ്പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വ്യൂ കറക്റ്റായാൽ മതി. എനിക്ക് റിട്ടേണിനേക്കാൾ ഉപരി എൻ്റെ വ്യൂ പോയിൻ്റ് കറക്റ്റായി ആ സ്റ്റോക്ക് മുകളിലേക്ക് പോയി. അവിടെ ആ ഒരു റിട്ടേൺ ജനറേറ്റ് ചെയ്തതിനേക്കാൾ എൻ്റെ ഒരു പോയിൻറ്റും എൻ്റെ കാൽക്കുലേഷൻ കറക്റ്റായി എന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. സോ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വെച്ചിട്ട് നമുക്ക് വീണ്ടും ഇത് മറ്റ് സ്റ്റോക്കുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ വീണ്ടും ഒരു വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. സോ അതിൽ ഞാൻ ഫോക്കസ് ചെയ്യും. ഇപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ പല സ്റ്റോക്കിലും ഞാൻ പല ടാർഗറ്റ് ആയിരിക്കും വെക്കാറ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ആവറേജ് കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു 20% കിട്ടിയാൽ തന്നെ ഞാൻ ഹാപ്പിയാണ്. അതെനിക്ക് 1 ഇയറിലോ 2 ഇയറിലോ കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ്. പക്ഷേ ഞാൻ ആൾറെഡി പറഞ്ഞല്ലോ, എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ എനിക്ക് എൻ്റെ സ്റ്റോക്സിൽ റിട്ടേൺ കിട്ടുന്നതിനേക്കാൾ ഉപരി എൻ്റെ വ്യൂ പോയിന്റ് കറക്റ്റായിരിക്കുക. അത് എത്ര പേര് ഇങ്ങനെ ഈ ഒരു സ്റ്റോക്കിലേക്ക് ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ രണ്ടാമത് കാണുന്നത് ഒരു റീസർച്ച് മെറ്റീരിയൽ പോലെ നമുക്ക് കാണാം അല്ലേ. നമുക്ക് ഇന്ത്യയിലുള്ള എനിക്ക് തോന്നുന്നു 8000-ലധികം കമ്പനികൾ എനിക്ക് ലിസ്റ്റഡ് കമ്പനീസാണ്. നമ്മൾക്കൊരു നാളെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. എല്ലാ ഡേറ്റാസും ഇവിടെ ഫ്രീലി അവൈലബിൾ ആണ്. നമ്മൾ കുറച്ച് മെനക്കെട്ടിട്ട് ഇതിനകത്തുള്ള ഡേറ്റാസ് എല്ലാം എടുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയണം, നമുക്കൊരു ഹോട്ടൽ ബിസിനസ് തുടങ്ങണം അല്ലേ. നമുക്ക് ITCയിലോട്ടോ അല്ലെങ്കിൽ താജിൻ്റെയൊക്കെ അവരുടെ ഫണ്ടമെൻ്റൽസ് നോക്കി എന്നാണ് ഡിമാൻഡ് വരുന്നത്, എന്നാണ് ലോ ഡിമാൻഡ് വരുന്നത്, ഇതെല്ലാം നമുക്ക് അനലൈസ് ചെയ്തിട്ട് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു എൻ്റർപ്രണർ ആവാൻ നിൽക്കുന്ന ഒരാൾക്ക് ഇതെല്ലാം ഒരു റീസർച്ച് മെറ്റീരിയലാണ്. പക്ഷേ കൂടുതൽ ആൾക്കാർ ഇതിനെ ഒരു മണി പ്രോഫിറ്റ് ഉണ്ടാക്കുക, എക്സിറ്റ് ആവുക, ക്ഷമയില്ലാത്തവരാണ്. എനിക്ക് ഇന്നിട്ട് ഒരാഴ്ചക്കുള്ളിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക, എക്സിറ്റ് ആവുക. പക്ഷേ അതിലുപരി നിങ്ങൾ ഇതിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്തുള്ളൊരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന നോളജ്, ഞാൻ വീണ്ടും എടുത്ത് പറഞ്ഞൊരു പോയിൻ്റാണ് നോളജ്. അത് നമ്മുടെ ലൈഫിൽ പല പോയിന്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇവർ എത്രത്തോളം ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നാളെ നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഈ മെയിൻ കമ്പനി ഈ പറഞ്ഞ പോലെ ലാർജ് ക്യാപ് കമ്പനീസ് അല്ലെങ്കിൽ മിഡ് ക്യാപ് കമ്പനീസ് എവിടെല്ലാം അവർ ലോസ് വരുത്തി, എന്തുകൊണ്ട് ലോസ് വരുത്തി, എന്തെല്ലാമാണ് അതിൻ്റെ കാരണങ്ങൾ, ഇതെല്ലാം നമുക്ക് അവിടെ ഡേറ്റാസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി നമുക്കും ഒരു ഇന്ത്യൻ എക്കണോമി ബൂസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് നല്ല സ്റ്റാർട്ടപ്സും ബിസിനസ്സും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മ്യൂച്വൽ ഗ്രോത്ത് പോലെ നമുക്ക് നല്ലൊരു റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഇപ്പോൾ റിസർച്ചാണ് ശരിക്ക് തീർച്ചയായും ഷിജിത്തിൻ്റെ ഒരു പ്രോഫിറ്റ് എഡ്ജ് എന്ന് പറയുന്നത് റിസർച്ചാണ്. തീർച്ചയായും അല്ലേ. അതായത് പ്രൈസ് ആക്ഷനോ അതല്ലാന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് സ്റ്റൈലോ അല്ലാന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ്, അതൊന്നും അല്ല. ഞാൻ മനസ്സിലാക്കിയതിൽ ഒരു പ്രോഫിറ്റബിലിറ്റിയുടെ എഡ്ജ് എന്ന് പറയുന്നത് റിസർച്ചാണ്. ഫസ്റ്റ് പ്രയോറിറ്റി റിസർച്ചാണ്. അതിനുശേഷം ഞാൻ എൻ്റേതായ റിസർച്ച് നടത്തിയതിന് ശേഷം ഞാൻ പറഞ്ഞു പല ഫിനാൻഷ്യൽ റേഷ്യോസ് കാണും അല്ലേ. ഞാൻ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള PE റേഷ്യോസ് മുതൽ അതിൽ മുകളിലേക്ക് നമ്മുടേതായിട്ടുള്ള വ്യൂ പോയിൻറ്റും മറ്റ് എക്സ്റ്റേണൽ ഞാൻ പഠിച്ചതായിട്ടുള്ള അത് പറയുമ്പോൾ ഈ വീഡിയോ ലെങ്ത് കൂടി ഇപ്പോൾ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതെല്ലാം SMKയുടെ വീഡിയോസിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുപോലെ നമ്മുടെ ഒരു അനാലിസിസ് നടത്തി സ്റ്റോക്ക് സെലക്ട് ചെയ്ത് വെക്കുന്നു. ദെൻ ഒരു ടെക്നിക്കൽ അനാലിസിസ് നടത്തില്ലെന്നല്ല പറഞ്ഞത്, നടത്തും. അതൊരു റൈറ്റ് എൻട്രി പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ദെൻ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. വോളിയം വരും. വോളിയം ശരിക്കും ഞാൻ നോക്കുന്നത് വോളിയം തന്നെയാണ്. കാരണം അതാണ് വൺ ഓഫ് ദ ആക്യുറേറ്റ് ഡേറ്റ. എനിക്ക് തോന്നുന്നു NSE പുറത്ത് വരുന്ന ഡേറ്റയും പ്രൈസും വോളിയം ആയിരിക്കും അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ
അപ്പോൾ നമുക്ക് പ്രൈസിനെ ശരിക്കും പറഞ്ഞാൽ പ്രൈസിനെ വേണമെന്നുണ്ടെങ്കിൽ ബിഗ് പ്ലേയേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാം, പക്ഷേ വോളിയത്തിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഡേറ്റയാണ്. സോ അത് എപ്പോഴും ഞാൻ ഫോക്കസ് ചെയ്യാറുണ്ട്. പിന്നീട് അതുപോലെ തന്നെ ഒരു സ്റ്റോക്കിൻ്റെ ഇക്വിറ്റി ക്യാപിറ്റൽ എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ പബ്ലിക് ഒരുപാട് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഞാൻ വാങ്ങാറില്ല. കാരണം വോളറ്റിലിറ്റി അവർക്ക് പബ്ലിക്കിൻ്റെ പാനിക് സെല്ലിങ്ങിൽ വോളറ്റിലിറ്റി നന്നായിട്ട് ആ സ്റ്റോക്ക് പ്രൈസിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. FIs DIs കൂടുതലുള്ള സ്റ്റോക്കുകൾ വാങ്ങാറുണ്ട്, അതില്ലാത്ത സ്റ്റോക്കുകളും വാങ്ങാറുണ്ട്. ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ബിലോ 500 CR അല്ലേ, 500 കോടിക്ക് താഴെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള പല കമ്പനികളിലും DIs ഹോൾഡിംഗ് ഇല്ല. പക്ഷേ ചില കമ്പനീസ് ഇത് ഇപ്പോഴും DIsഉം FIs ഐഡൻറ്റിഫൈ ചെയ്ത പല കമ്പനീസും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സോ അത് കണ്ടെത്തിയില്ലെന്ന് പറഞ്ഞത് മോശമല്ല. ഞാൻ ആൾറെഡി പറഞ്ഞു, FIs DIs ഹോൾഡിംഗ് ഇല്ലാത്ത കമ്പനി മോശമെന്നല്ല. വാല്യൂ അൺലോക്ക്ഡ് ആയിട്ടുള്ള ഒരുപാട് കമ്പനീസ് ഉണ്ട്. അതെ, അവരതിലേക്ക് നോക്കുന്നൊരു ടൈം വരും, അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഞാനിപ്പോൾ നമ്മുടെ നേരത്തെ ഡിസ്കഷൻ കുറച്ച് മുന്നേ അർജുൻ സംസാരിച്ചതുപോലെ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒരു കാര്യം പറഞ്ഞു. പക്ഷേ ഇപ്പോഴും ആൾക്കാരുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇപ്പോൾ എല്ലാവരും കൊച്ചിൻ ഷിപ്പ്യാർഡും മസഗോണ്ടോഗും വാങ്ങുന്നു അല്ലേ. പക്ഷേ ഞാൻ നോക്കി കാണുന്നത് എന്തുകൊണ്ട് ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിന് എല്ലാ പാർട്സും കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഉണ്ടാക്കാൻ പറ്റില്ല. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഒരു ബിസിനസ് മോഡൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് എഞ്ചിനീയറിംഗ്, ഡിസൈനിങ് അല്ലേ, അത് അസംബ്ലി അല്ലെങ്കിൽ അതിൻ്റെ സർവീസസ് ഒക്കെ ആയിരിക്കും. പക്ഷേ ഇവരെന്താണ് ചെയ്യുന്നത്, ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നതാണ്, ഇവർ ഷിപ്പ് ബിസിനസ് അല്ല ചെയ്യുന്നത്. അപ്പോൾ ഈ ഷിപ്പിന് എന്തെല്ലാം എക്യുപ്മെൻറ്റ്സ് വേണ്ടി വരും അല്ലേ, നാവിഗേഷൻ സിസ്റ്റം വേണ്ടി വരും, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ്, ചിലപ്പോൾ ചില ഷിപ്പുകളൊക്കെ വരുന്ന ട്രാൻസ്ഫോമേഴ്സ് വെച്ചിട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന മറ്റു പല ലിസ്റ്റഡ് അൺലിസ്റ്റഡ് കമ്പനീസ് ഉണ്ട്. അതായത് അത് ആ ഒരു റിലേറ്റ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ, കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് സപ്ലൈസ് അല്ലെങ്കിൽ കമ്പനീസ്, അതിൽ ലിസ്റ്റഡ് കമ്പനീസും ഉണ്ട് അൺലിസ്റ്റഡ് കമ്പനീസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ കൊച്ചിൻ ഷിപ്പ്യാർഡും മസഗോണ്ടോക്കും ഒക്കെ വാങ്ങുന്ന പോലെ തന്നെ ഇതുപോലുള്ള മിഡ് ക്യാപ് സ്മോൾ ക്യാപ് കമ്പനികളും വാങ്ങും. കാരണം ഇവർ വളരുന്നതനുസരിച്ച് ഈ കമ്പനികളും വളരും. അവരുടെ ഓർഡേഴ്സ് പോകുന്ന ഇപ്പുറത്തോട്ടാണ് വരുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ CFF ഫ്ലൂയിഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ഞാൻ ഗ്രൂപ്പിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. സോ അവർക്ക് അത്യാവശ്യം ഓർഡേഴ്സൊക്കെ അത് കിട്ടി തുടങ്ങി. സോ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നൊക്കെ പറയാല്ലേ, അങ്ങനെ മ്യൂച്വലി, അതായത് ഇവരുടെ വളർച്ച എന്ന് പറയുന്നത് അപ്പുറത്തും നമുക്ക് കിട്ടും. നമ്മൾ ഒരു നാടൻ പ്രയോഗം പറയല്ലോ, വാഴ നനയുമ്പോൾ ചീരയും നനയും. ശരിക്കും അങ്ങനെ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാലാണ് നമുക്കിപ്പോൾ ഒരു ഡ്രാസ്റ്റിക് റിട്ടേൺ കിട്ടുന്നല്ല. നമുക്ക് എന്നിരുന്നാൽ കൂടി ഒരു 10 to 15 എക്സ്ട്രാ പെർസെൻറ്റേജ് നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാറുണ്ട്. എൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു സെക്ടറിൽ ഒരു കമ്പനി എടുക്കുന്നു, അതിലൊരു മൊണോപ്പൊളി സ്റ്റോക്ക് ഉണ്ടാവും അല്ലേ. ആ മൊണോപ്പൊളി സ്റ്റോക്കിൻ്റെ ആ ഒരു കാറ്റഗറി തന്നെ ഇപ്പോൾ ചിലപ്പോൾ 100 അധികം കമ്പനീസ് കാണും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ IT സെക്ടർ. അപ്പോൾ IT സെക്ടറിൽ ഇപ്പം ഹയസ്റ്റ് വെയിറ്റേജ് ഉള്ളത് ഇൻഫോസിസിനായിരിക്കും അല്ലെങ്കിൽ TCSനായിരിക്കും. സോ ഇതിൻ്റെ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും വളരാൻ കാത്തിരിക്കുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. അതിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. ആ കൂട്ടത്തിൽ ഈ പറഞ്ഞ ലാർജ് ക്യാപ്പ് കമ്പനി മുകളിലേക്ക് വളരുമ്പോൾ ഈ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും വളരാൻ തുടങ്ങും. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് നമ്മുടേതായിട്ടുള്ള റീസെർച്ചും ടൈമും ഒക്കെ എഫേർട്ട് ഇട്ടതിന് ശേഷം കണ്ടെത്തി വെക്കുക. പിന്നീട് ബാക്കി ഒന്നും നമ്മുടെ കയ്യിലല്ല. ഞാൻ ആൾറെഡി പറഞ്ഞ പോലെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പോലെ വർക്ക് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. ജിയോ പൊളിറ്റിക്സ് ആയിരിക്കാം, കറണ്ട് അഫയേഴ്സ് ആയിരിക്കാം, ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അതൊക്കെ തരണം ചെയ്യുന്നൊരു സമയം വരും. അത് എത്ര പേര് പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോഴത്തെ ഒരു ജനറേഷൻ, ഇപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ ഇത് ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞല്ലോ, റോൾ മോഡൽ എന്ന് ഞാൻ ഏറ്റവും ആദ്യം ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറയേണ്ടതെന്ന് റോൾ മോഡൽ ആക്കാൻ പറയാറുണ്ട്. അതിൻ്റെ റീസണാണ് ഇപ്പോൾ ശുചിത്ത് പറഞ്ഞത്. അതായത് ഒരു കമ്പനിയെ സെലക്ട് ചെയ്യുന്ന രീതിയും അവിടെ നിന്ന് അതിന് റിലേറ്റ് ചെയ്തുള്ള കമ്പനീസിലേക്ക് എത്തി, ആ സെക്ടറിൽ തന്നെ മിഡ് ക്യാപ്പിലും ലാർജ് ക്യാപ്പിലേക്കും എത്തി. റിസർച്ച് ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ ഇത് തന്നെ ബെസ്റ്റ് മെത്തേഡായിട്ടാണ് ശുചിത്ത് കീപ്പ് ചെയ്യുന്നത്. അതെ, റിസർച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് യാതൊരു നഷ്ടമില്ല. ഞാൻ പറഞ്ഞു, നമുക്ക് നോളജ് അവിടെ ഇൻക്രീസ് ആവുകയാണ്. ഞാൻ ആൾറെഡി പറഞ്ഞല്ലോ, ഒരു കമ്പനീസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അതെല്ലാം ഹയർ ലെവൽ, നമ്മളെക്കാൾ IQ ലെവലും നമ്മളെക്കാൾ ക്വാളിഫിക്കേഷൻ ഉള്ളവരല്ലേ. സോ അവരെടുക്കുന്ന ഒരു തീരുമാനം നമ്മൾ ഒരു വർഷത്തോളമൊക്കെ നമ്മൾ ഇതിനകത്ത് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇദ്ദേഹം എടുത്ത തീരുമാനം ശരിയാണോ. നമുക്ക് നമ്മളോട് സ്വയം ചോദിക്കാം, ഞാനാണ് ആ പൊസിഷനിൽ ഇരിക്കുന്നതെങ്കിൽ ഞാൻ ഈ തീരുമാനം എടുക്കുമോ എന്ന് നമുക്ക് ചോദിക്കാം. അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ നടത്തി പയ്യെ നമുക്കും നല്ല കമ്പനീസിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുപോകാൻ പറ്റും. അതുമാത്രമല്ല, ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്, ഇപ്പോൾ ഞാൻ അത്യാവശ്യം ജിയോ പൊളിറ്റിക്സ് ഒക്കെ പരമായിട്ട് പല കാര്യങ്ങളും നോക്കാറുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് പൊട്ടൻഷ്യാലിറ്റി ഉള്ള കമ്പനികളുണ്ട്. പക്ഷേ അതിലേക്ക് പിടിച്ചു നിർത്തുന്നത്, ഞാൻ ആൾറെഡി പറഞ്ഞു, ഇൻവിസിബിൾ മാഗ്നറ്റായിട്ട് നിൽക്കുന്ന ഒരുപാട് കമ്പനീസ്. അതിലിപ്പോൾ ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ടുകൾ അല്ലേ, ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന കാരണം ഒരുപാട് കമ്പനീസ് ഇപ്പോഴും ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഇല്ലാതെ നിൽക്കുന്നുണ്ട്. കാരണം നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാൾ പ്രൊഡ്യൂസ് ചെയ്തതിനേക്കാൾ ലോവർ കോസ്റ്റിൽ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് ഒക്കെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ആൾറെഡി കുറച്ച് ടാക്സ് ഒക്കെ കുറച്ചിട്ടുണ്ട്.
GST ഒക്കെ കുറച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പൊട്ടൻഷ്യാലിറ്റി അധികം വൈകാതെ തന്നെ ഉണ്ടാവും. സോ പല എക്കണോമിസ്റ്റും അല്ലെങ്കിൽ അനലിസ്റ്റും ഒക്കെ പറയുന്നത് ചൈന ഇപ്പോൾ എങ്ങനെയാണ് 2000-ൽ നിന്നത്, ആ ഒരു ടൈം പീരീഡ് പോലെയാണ് ഇന്ത്യ നിൽക്കുന്നത്. നമ്മുടെ യങ്ങർ ജനറേഷൻ, നമ്മുടെ ഓൾഡ് പീപ്പിൾ അല്ല. നിങ്ങൾ ജപ്പാൻ്റെ കാര്യമൊക്കെ എടുത്ത് നോക്കൂ. ജപ്പാനിൽ ഇപ്പോൾ അത്യാവശ്യം റിസഷനൊക്കെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. സോ അവിടെ ഓൾഡർ ജനറേഷൻ പീപ്പിളാണ് കൂടുതലുള്ളത്. പക്ഷേ ഇന്ത്യയിൽ ഇനിയൊരു ഹ്യൂജ് പൊട്ടൻഷ്യാലിറ്റി ഇരിക്കുകയാണ്. അതിന് പറയാൻ കാരണം റീസെൻ്റ്ലി മ്യൂച്വൽ ഫണ്ടിലേക്കും SIP സൈഡ് വരുന്ന നമ്മൾ ഷെയർ ചെയ്തിരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം 20,000 കോടിക്ക് മുകളിലാണ്. സോ റീറ്റെയിൽ പാർട്ടിസിപ്പൻസും കൂടി. സോ ഇത് അടുത്ത ഒരു 5 വർഷം കൊണ്ട് 5x അല്ലെങ്കിൽ 10x വരാൻ പോവാണ്. അതായത് നമ്മളൊരു ഗ്രോത്തോ അല്ലെങ്കിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മൂവ്മെന്റോ വരാൻ പോകുന്നതേ ഉള്ളൂ. അതിന്റെ പീക്കിലൊന്നും നമ്മൾ എത്തിയിട്ടില്ല. ബിഗിനിങ് സ്റ്റേജാണ്. ഒരിക്കലും എത്തിയിട്ടില്ല. ഇത് ഒരു ബിഗിനിങ് സ്റ്റേജാണ്. ഇന്ത്യയിൽ ഇതിപ്പോൾ ഏതൊക്കെ ഗവൺമെൻറ് മാറി ഭരിച്ചെന്ന് പറഞ്ഞാലും ഇന്ത്യ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ കൂടുതലും ഇന്ത്യയിൽ കൂടുതലും ഞാൻ ആൾറെഡി പറഞ്ഞു യങ്ങർ ജനറേഷനാണ്. നമ്മൾ റിച്ച് ആവേണ്ടത് ഓൾഡ് ആയിരിക്കുമ്പോഴല്ല, അല്ലേ? നമ്മൾ എങ്ങായിരിക്കുമ്പോഴേ റിച്ച് ആവാനുള്ള കാര്യങ്ങൾ ചെയ്യുക, എക്കണോമിക്ക് ബൂസ്റ്റ് ചെയ്യാനുള്ള പല കാര്യങ്ങളും മുന്നോട്ട് വെക്കുക. സോ ഗവൺമെൻറ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഗവൺമെൻറ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മൾ വീട്ടിലിരിക്കുന്ന സേവിങ്സ് അക്കൗണ്ടിലും മറ്റ് FDയിലും ഇരിക്കുന്ന ക്യാഷുകളൊക്കെ ഇന്ത്യ എക്കണോമിയിലേക്ക് വരണം. ഇവിടെ ക്യാഷ് ഫ്ലോ ഉണ്ടാവണം, പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ഉണ്ടാവണം. സോ എങ്കിൽ മാത്രമേ ഒന്ന് ചിന്തിച്ച് നോക്കൂ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏകദേശം ഒരു 14 കോടിക്കടുത്താണ് ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളത്, അല്ലേ? ഇന്ത്യയിൽ 140 കോടിയിലധികം ജനങ്ങളുണ്ട്. അതിൽ തന്നെ ആക്റ്റീവ് ഡിമാറ്റ് അക്കൗണ്ട് യൂസേഴ്സ് വളരെ കുറവാണ്. സോ ഈ ഒരു പൊട്ടൻഷ്യാലിറ്റി ആലോചിച്ച് നോക്കൂ. ഒരു 80 കോടി അല്ലെങ്കിൽ 100 കോടിയോളം ഡിമാറ്റ് അക്കൗണ്ട് വരുന്നു. എത്ര കോടിക്കണക്കിന് ക്യാഷ് ആയിരിക്കും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നത്. സോ അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കൂ. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ FIIസിൻ്റെ ഒരു ഡൊമിനൻസ് ആയിരുന്നു നമ്മുടെ മാർക്കറ്റിലുണ്ടായിരുന്നത്. ഇപ്പോൾ പല അനലിസ്റ്റുകളും പറയുന്നത് അവരുടെ ഒരു പൊട്ടൻഷ്യാലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താണ്? റീറ്റെയിലേഴ്സിൻ്റെ പാർട്ടിസിപ്പൻസ് കൂടി വരികയാണ്. അതൊക്കെ നമ്മുടെ നേച്ചറിൽ ഒരു ലോ ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതായത് നൂറ്റാണ്ടുകളോളം മുന്നേ പല സ്പീഷീസ് ആയിരിക്കും നമ്മുടെ ഭൂമിയിൽ ഡോമിനൻസ് വരുന്നത്, അല്ലേ? ഒരു കാലത്ത് റെപ്റ്റൈൽസ് ആയിരുന്നു, ഒരു കാലത്ത് മാമൽസ് ആയിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കാര്യം. മുമ്പ് FIIs ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നിടത്ത് ഇപ്പം റീറ്റെയിലേഴ്സ് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആൾറെഡി പറഞ്ഞ പോലെ റീറ്റെയിലേഴ്സിൻ്റെ ഈ ഒരു പൊട്ടൻഷ്യാലിറ്റി കൂടി വരാൻ കാരണം SMKയിൽ അല്ലെങ്കിൽ മറ്റ് ഇതുപോലുള്ള ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് നടത്തുന്ന ഇതുപോലുള്ള പോഡ്കാസ്റ്റ്, മറ്റ് റിലേറ്റഡ് കണ്ടൻറ്റ്സ്, ഇതൊക്കെ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കുറേ പേര് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലേക്ക് കണ്ടൻറ്റ്സ് എത്തിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഞാൻ സെബിൻ്റെ ഒരു ക്ലാസ് ഓൺലൈനായിട്ട് അവരൊരു അവയർനെസ് പ്രോഗ്രാമൊക്കെ ഇപ്പോഴല്ല, ഒരു കോവിഡ് ടൈമിലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് സെബി രജിസ്റ്റേർഡ് അനാലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. സോ അവരൊരു ലിമിറ്റഡ് ടൈമിലേക്കാണ് ഇതൊക്കെ ചെയ്യാറ്. പക്ഷേ ഇത് എത്ര നമ്മുടെ കാരിഫറോട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതില്ല. അതൊരു പേരിന് വേണ്ടി നടത്തുന്ന പോലെ എന്നല്ല പറഞ്ഞു. അവർ ചെയ്യുന്ന നല്ല കാര്യമാണ്. ഇന്ത്യ പോലെ ഒരു എക്കണോമിയിലേക്ക് ഇത് ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാൻ ഇനിയും ബാക്കി കിടപ്പുണ്ട്. സോ ഇപ്പോഴത്തെ ഈ ഒരു ടെക്നോളജി വളർച്ച, ഇൻ്റർനെറ്റിൻ്റെ പെനട്രേഷൻ, ഇതൊക്കെ കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു പോസിറ്റീവ് ഘടകങ്ങളാണ്. ഇതുപോലുള്ള എഡ്യൂക്കേഷൻ നിങ്ങൾ നടത്തുന്ന ഒരു സംരംഭം ഒന്നും പറയാൻ പറ്റില്ല. ഒരു ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുക, എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. സോ ഞാൻ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. ഇതൊരുപാട് നെഗറ്റീവ് ന്യൂസുകൾ ഇവിടെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. റീസെൻ്റ്ലി കഴിഞ്ഞ മാസം ഇലക്ഷൻ സമയത്ത് നടന്ന, ഞാൻ ഇപ്പോഴും നോക്കുന്നുണ്ട്, ഇതുമായിട്ട് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. കഴിഞ്ഞ ജൂൺ 4-ന് അല്ലെ 5-ന് വന്ന ഒരു ന്യൂസ്, സ്റ്റോക്ക് മാർക്കറ്റ് കുത്തനെ ഇടിഞ്ഞു, തകർന്നു, 30 ലക്ഷം കോടിയാണ് നഷ്ടം. ഇത് കാണുന്നൊരു സാധാരണക്കാരൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിലേക്ക് വരാൻ നിൽക്കുന്ന ഒരാളുടെ പാനിക്കാവും. അവരൊരിക്കലും ഇതിൻ്റെ പോസിറ്റീവ് സൈഡ്, മുഖ്യധാര മാധ്യമങ്ങൾക്ക് ഇതിൻ്റെ പോസിറ്റീവ് സൈഡാണ് പറയുന്നത്. പക്ഷേ ഒരാഴ്ച കൊണ്ട് മാർക്കറ്റ് റിവൈവ് ആയി. ഇതാരും പബ്ലിഷ് ചെയ്യുന്നില്ല. അതിനുശേഷം വന്നൊരു മാസത്തെ ജേണി ഇപ്പോൾ നമുക്ക് നിഫ്റ്റി വീക്കിലി അല്ലെങ്കിൽ ഈ 2 വീക്ക് കഴിയുമ്പോൾ തന്നെ ഓൾ ടൈം ഹൈലാണ്. അതായത് ഒരു 1000-1500 പോയിന്റ് ഇലക്ഷൻ കഴിഞ്ഞ് സ്ട്രൈറ്റ് റണ്ണാണ്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പേര് കാശുണ്ടാക്കിയിട്ടുണ്ട്. അതാരും പുറത്തു വിടുന്നില്ല. ഇപ്പോഴും ഒരു ഇൻസെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് തന്നെയാണ് മാർക്കറ്റിനെ കാണുന്ന ആളുകൾ. അതെ, അതുപോലെ തന്നെ ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾഡ് ഉള്ളത് നമ്മുടെ ഇന്ത്യൻ വൈറ്റ് ഫോൾസിൻ്റെ കയ്യിലാണെന്നല്ലേ. അത് വെറുതെ ഒരു സോളിഡ് ഗോൾഡായിട്ട് ബാങ്കിലോ അല്ലെങ്കിൽ വീട്ടിൽ ലോക്കറിലോ വെക്കുന്നതിന് പകരം അതിനെ ഒരു ലിക്വിഡേറ്റ് ചെയ്യണമെന്നല്ല പറഞ്ഞു വരുന്നത്. അതുപോലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് അവരെങ്ങനെ നയിച്ചോ അതുപോലൊരു മോട്ടിവേഷൻസ് ഒക്കെ ഇനിയും നമുക്ക് നടത്തേണ്ടിയിരിക്കുന്നു. അതൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളത് നന്നായിട്ട് ഇതുവരെ കൊണ്ടുപോകുന്നുണ്ട്. സോ ഇനിയും ഇതുപോലുള്ള പോസിറ്റീവ് പോഡ്കാസ്റ്റുകളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് മോറോവർ ഞാൻ ഒരു കാര്യം കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ട്രേഡിംഗ് ഒരു സ്കില്ലും ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഹാബിറ്റും ഒക്കെ മാറ്റുക. സോ രണ്ടും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നിങ്ങൾ തീർച്ചയായും ഇതിൽ സക്സസ് ആവും.
ഗ്രേറ്റ്. നല്ല രീതിയിലുള്ള കുറച്ച് ഇൻഫർമേഷൻസും നോളജുമാണ് ഷിജിത്ത് ഇത്രയും നേരം നമുക്ക് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ SMKയുടെ പ്രേക്ഷകർ ഈ ഒരു വീഡിയോ കാണുന്നവരാണ്, SMKയുടെ പ്രേക്ഷകർ എന്നല്ല, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് എന്നല്ല, ഇത് നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് കുറച്ചെങ്കിലും നിങ്ങളെ പോയിൻ്റ് ഔട്ട് ചെയ്ത് നിങ്ങളുടെ ചിന്തയിലേക്ക് വരാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ, ഇൻഫർമേഷൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇത്ര നേരം നമ്മുടെ കൂടെ സംസാരിച്ച ഷിജിത്തിന് ഒരു നന്ദി പറയാണ്. ആൻഡ് അവർ ഓഡിയൻസ്, നിങ്ങൾ ഇതേപോലുള്ള കണ്ടൻസ് നിങ്ങൾക്ക് SMKയിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങളത് കാണുക, സപ്പോർട്ട് ചെയ്യാം.